മടി ഹനുമാൻ സ്വാമിയുടെ മടിയിൽ മുരുകൻ ഇരിക്കണ രൂപത്തിലാണ് ഞാൻ ആരാധിക്കുന്നത്. ആണ്ടിക്കോലം, എനിക്ക് ആണ്ടിക്കോലാണ് ഏറ്റവും ഇഷ്ടം. തിരുക്കുറളിനെ പറ്റി ഈ അരുണഗിരിനാഥരെ പറ്റി പോലും കേട്ടിട്ടില്ല. കാരണം അഗ്നിയിലൂടെ ജനിച്ച ഒരാളാണ്. അഗ്നിയാണ് ഉപാസകരെപ്പോഴും ഒരു 80% സത്യസന്ധരായിരിക്കും. ഇപ്പോ അങ്ങയുടെ ജീവിതത്തില് ഭഗവാൻ അല്ലെങ്കിൽ എന്താണ് ഹനുമാൻ സ്വാമി തവളയുടെ രൂപത്തിൽ വന്നു, അങ്ങനെ കണ്ടു, അങ്ങനെ മനസ്സിലാക്കി എന്നുള്ള പല കാര്യങ്ങളും അദ്ദേഹം അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതല്ലാതെ അങ്ങേക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ട്? അതായത് ഇപ്പം പല ആളുകളും അങ്ങേ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ഇപ്പോ മറ്റൊരാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അത് ഭഗവാനിലേക്ക് എത്തിക്കുക, ആ ഭഗവാനിലൂടെ അത് ശരിയാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ അങ്ങയെ ബന്ധപ്പെടുന്ന ഒരാൾ, അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ അങ്ങേക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ അത്തരം അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചോദ്യം തന്നെയാണ്. അപ്പോ നമ്മളിപ്പോ ഒരു ഉപാസകനായതുകൊണ്ട് നമ്മുടെ മുമ്പിൽ സ്വാമി എപ്പോഴും ഒരു പ്രസന്റബിൾ ആണ് ആള്, ആ പ്രസന്റ് ആണ് ആള്. അപ്പൊ ഒരു വ്യക്തി നമ്മളോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചോദിച്ച് വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യണത് സ്വാമിയോടാണ് സങ്കല്പം ചെയ്യണത്. സ്വാമി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് പകുതി വഴിക്ക് വെച്ച് ബ്ലോക്കായി പോവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്നുള്ളൊരു വ്യക്തി അത് ഏറ്റെടുത്ത സ്വാമിയോട് സങ്കല്പം ചെയ്യാതെ നമ്മൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പകുതി വഴിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരിക്കലും അനുഭവത്തിൽ വരണമെന്നില്ല. ഇപ്പോ വേറൊരു വ്യക്തി നമ്മളിപ്പോ വിളിക്കുകയാണെന്ന് വിചാരിച്ചു, ഫോണിൽ കൂടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാണ്, നമ്പർ മേടിച്ച് വിളിക്കുകയാണെങ്കിൽ അവൻ നമ്മൾ പറയണത് ആ വ്യക്തിക്ക് നമ്മളിൽ നിന്നും അനുഭവം കിട്ടണമെന്ന് സ്വാമി നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്വാമി എനിക്ക് പറഞ്ഞു തരും, ഉറപ്പായിട്ടും പറഞ്ഞു തരും. ആ വ്യക്തിയെ കാണേണ്ട കാര്യം പോലും ഉണ്ടാവണില്ല. ആ ശബ്ദത്തിലൂടെ തന്നെ സ്വാമി ആ വ്യക്തിയെ നമുക്ക് തിരിച്ചറിയിച്ചു തരും. അവനിലൊരു സത്യസന്ധത ഉണ്ട്, അല്ലെങ്കിൽ അവൻ പറയണ കാര്യങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാമി നമുക്ക് അതിനൊരു ഉത്തരം നമ്മുടെ ഉള്ളിലിരുന്ന് പറഞ്ഞു തരും. കറക്റ്റായിട്ട് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് ഒരു സംവിധാനത്തിന്റെ ആവശ്യം വരാറില്ല. അതായത് മറ്റു പല ആളുകൾ ഇപ്പം രാശി വെച്ച് നോക്കണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ അത് സ്വാമി മനസ്സിൽ കാണിച്ചു തരുന്നുണ്ട്, ഇന്നതാണ് കാര്യം, ഇന്നതാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലൊരു തട്ടിപ്പ് ഞാൻ പറയാറില്ല. കാരണം അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാറില്ല, നാള് ചോദിക്കാറില്ല, സ്ഥലം ചോദിക്കാറില്ല, വീട്ടുപേര് ചോദിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ സ്വാമി എനിക്കത് കാണിച്ചു തരും. അത് ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞ് ഒരുപാട് പേരൊക്കെ അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, നമ്മുടെ പേരറിയണില്ല, നാടറിയണില്ല, നാളറിയണില്ല, ഒന്നും അറിയാതെ എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നു. അപ്പൊ അത് ഞാൻ ചിന്തിച്ചപ്പോൾ അത് സ്വാമിയുടെ പ്രസൻസ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ്. സ്വാമിയാണ് കാണിച്ചിരുന്നത്. പക്ഷെ പറയാത്തൊരു കാര്യം, ഇപ്പൊ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വിളിക്കണ ഒരാളാണെന്ന് വിചാരിച്ചു, നമുക്കറിയില്ലല്ലോ. ഒരു ഫോണിൽ കൂടെ വിളിച്ച് എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് സ്വാമി, അതൊന്ന് പരിഹരിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാമി എന്നെ അത് ബ്ലോക്ക് ചെയ്യും. അതും അനുഭവമാണ്. കാരണം സത്യമായ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് വിളിച്ചു പറയണമെങ്കിൽ സ്വാമി അതിനുള്ള ഒരു പ്രതിവിധി നമുക്ക് പറഞ്ഞു. വായുപുത്രനല്ലേ സ്വാമിക്ക്, ആ പ്രസന്റിൽ സ്വാമി അവിടെ എത്തും. ഈ പറയുന്ന വ്യക്തിയുടെ അടുത്ത് എത്തിയിട്ട് നിരീക്ഷണത്തിലൂടെ സ്വാമി ആ സർഫസ് നമുക്ക് കാണിച്ചു തരും, ആ എനർജി അത് കാണിച്ചു തരും. അങ്ങനെയാണ് നമ്മളിത് പറയണത്. ഇത് മഹാസിദ്ധി ഒന്നല്ല. ഇത് സ്വാമി ഉപാസിക്കണ, ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ കാണാം, സ്വാമി ഉപാസിക്കണ ആളുകളൊക്കെ യൂട്യൂബിൽ വീഡിയോ കണ്ടാൽ അറിയാം. നമുക്ക് ഇങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്, കേരളത്തിലും ഉണ്ടാവാം, നമുക്കറിയില്ല. പക്ഷെ എന്റെ അനുഭവം ഇതാണ്, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതും ഞാൻ ഇപ്പൊ കുറച്ചേക്കാണ്. കാരണം ഇതും നമുക്ക് എന്തായിട്ട് മാറും. നമ്മളുടെ ഒരു സമയത്തിന് നമുക്കൊരു വിലയുണ്ടല്ലോ. ആ സമയങ്ങൾ വിട്ട് നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമുക്കതൊന്നും പറഞ്ഞു കൊടുക്കാൻ ഏത് സമയത്തും സാധിക്കണമെന്നില്ല. സ്വാമി കണക്ട് ആയാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അത് അവനും ആ വിളിക്കണ വ്യക്തിക്കും അതിനുള്ള ഒരു അർഹത ഉണ്ടാവണം. സ്വാമിയോട് ഒരു ഭക്തി അല്ലെങ്കിൽ ഒരു വിനയമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയണ കാര്യങ്ങൾ കറക്റ്റ് ഈ പ്രകൃതിക്ക് നിരക്കണ കാര്യങ്ങളാണെങ്കിൽ മാത്രമേ സ്വാമി അത് ഏറ്റെടുത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുള്ളൂ. ഇല്ലെങ്കിൽ അത് കട്ട് ഓഫ് ചെയ്ത് കളയും സ്വാമി. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് താല്പര്യം ഉണ്ടെങ്കിൽ പോലും ആ വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും അവിടെ യാഥാർത്ഥ്യം ആവില്ല. തീർച്ചയായിട്ടും. അപ്പം ഒരാൾക്കൊരു വലിയ പ്രശ്നം ഒരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയിലേക്ക് എത്തുമ്പോൾ അത് മാറാൻ അവർക്ക് അർഹത ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കും. ഉറപ്പ്, 150% ഉറപ്പ്. ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കണതല്ല. പക്ഷെ ആ അർഹത തരണത് ഞാനോ ആ വ്യക്തിയല്ല, സ്വാമിയാണ്. സ്വാമിക്ക് മാറ്റി കൊടുക്കണം. സ്വാമി അത് മാറ്റി കൊടുക്കാൻ തയ്യാറാവാണെങ്കിൽ സ്വാമിയിലൂടെ അതിന് മാറ്റം സംഭവിക്കും അവിടെ.
അതിന് പ്രത്യേകിച്ച് ഒരു സംവിധാനത്തിന്റെ ആവശ്യങ്ങളൊന്നും വരാറില്ല. പിന്നെ ഞാൻ പൊതുവിലല്ല. അതപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും. അതായത് ആ. ഒരാളുടെ കാര്യത്തിൽ ഇപ്പം എന്താണ് ഈ ആൾക്കാർ അർഹത ഇല്ല എന്നാണെങ്കിൽ അത് അവരോട് പറയാൻ പറ്റുമോ നമുക്ക്? തീർച്ചയായിട്ടും ഉം. തീർച്ചയായിട്ടും നമ്മളത് പറയും. പറയും. പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ നമുക്ക് ഏറ്റെടുക്കേണ്ട വിഷയമാണെങ്കിൽ മാത്രമേ സ്വാമി അത് ഏറ്റെടുക്കുള്ളൂ. ഇല്ലെങ്കിൽ അവര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും നമ്മളെ കിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു കാര്യം കണ്ടെത്തി, ഇപ്പൊ സ്വാമി ഇല്ലാത്തൊരു പ്രസന്റിലാണ് നമ്മളത് പറയണമെങ്കിൽ പോലും അത് അവർക്ക് അനുഭവപ്പെട്ടില്ല. അവർക്ക് അനുഭവം വരണമെങ്കിൽ സ്വാമി പ്രസന്റ് എന്ന് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അവർക്ക് അനുഭവത്തിലൂടെ വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അനുഭവത്തിലൂടെ വന്നിട്ടുണ്ട്. അപ്പൊ സ്വാമി മുൻനിർത്തിയിട്ട് മാത്രമേ നമ്മളത് ചെയ്യാറുള്ളൂ. കാരണം അല്ലെങ്കിൽ ഈ കർമ്മം മുഴുവനും നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ വരും. മനസ്സിലായോ താങ്കൾക്ക്? അപ്പം ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ ബുദ്ധിമുട്ടുകൾക്കൊക്കെ സ്വാമിയെ ആശ്രയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത്, നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഹനുമാൻ ഉപാസകർ, സ്വാമിയുടെ ഉപാസകർ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ കുറവാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ആ രീതിയിൽ ഉപാസകർ ഉണ്ടായി വരേണ്ടത് ഒരു ആവശ്യകതയില്ല. ഉപാസന ഉണ്ടാവേണ്ടത് എന്ന് ഞാൻ പറയുന്നത് അത് മറ്റു മനുഷ്യർക്ക്, അതായത് ഈ ഒരു കലിയുഗത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് അതൊരു വലിയ ഗുണമായിരിക്കില്ലേ? തീർച്ചയായിട്ടും പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നില്ല? അവിടെയാണ് ഇതിന്റെ ഒരു മിസ്റ്റേക്ക്. കാരണം എന്ന് വെച്ചാൽ ഉപാസന ഉള്ള ആളുകൾ ഉണ്ടാവാം, സ്വാമി ഉപാസന ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇവരൊന്നും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തയ്യാറാവണില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് എത്ര സത്യസന്ധത ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എത്രത്തോളം സത്യസന്ധനാണ്. അല്ലെങ്കിൽ ഒരാളുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് അലിയണ ഒരു മനസ്സുണ്ട് നമുക്ക്. ആ വ്യക്തിക്ക് അത് ഭഗവാൻ നമ്മളോട് പറയുകയാണെങ്കിൽ ഞാൻ ആ കാര്യം എത്ര സഹിച്ചാലും ഞാൻ അത് മാറ്റി കൊടുക്കാൻ തയ്യാറാവും. പക്ഷെ ഇതൊന്നും ആരും ചെയ്യണില്ല. കാരണം എല്ലാവരുടെയും ലക്ഷ്യങ്ങള് സാമ്പത്തികമായ ഉന്നതികളായിരിക്കും. ഉപാസകരെ സംബന്ധിച്ച് അവർക്കൊരു പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ രീതികൾ മാറുന്നത് വേറൊരു തലത്തിലേക്കാണ്. മനസ്സിലായോ? അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഒരു സർഫസിലേക്ക് മാറണമെന്നൊരു താല്പര്യമില്ല. കാരണം നമ്മളെ സേവിക്കാനായിട്ടാണ് മനുഷ്യരെ സേവിക്കാനായിട്ടാണ് സ്വാമി നമുക്ക് ഈ ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സേവകനായിട്ട് നിന്നാൽ മതി. ഉപാസകർ ആയി തീരാൻ ആഗ്രഹമുള്ള വ്യക്തികൾ പലപ്പോഴും ഈ മായയുടെ കെട്ടുപാടുകളിൽ പെട്ടുപോകുന്നത് കാണാറുണ്ട്. എന്നിട്ട് അവരാ ആ ഒരു എന്താണ് യാത്ര തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പ്രകൃതി അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും ശുദ്ധീകരിക്കണതാണത്. ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ അവർ തളർന്നു പോവാണ്. കാരണം അവർക്ക് തിരിച്ചറിവ് കൊടുക്കാൻ ആരും തയ്യാറാവണില്ല. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ചെന്ന് നിൽക്കുമ്പോ അത് ഒരു പരീക്ഷണ ഘട്ടം അല്ലെങ്കിൽ പോലും ആ തിരിച്ചറിവിലൂടെ അവൻ നിൽക്കാനുള്ള ഒരു മനസ്ഥിതി ആ ഉപാസകനെ സംബന്ധിച്ച് കിട്ടണില്ല. കാരണം ഉപാസകർ എപ്പോഴും ഒരു 80% സത്യസന്ധരായിരിക്കണം. മനസ്സിലായോ? പിന്നെ അവനവനെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഒരു ഉപാസകന് വേണം. എന്ത് പ്രതിസന്ധിയിലും തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരു ഉപാസകന് വേണം. പിടിച്ചു നിൽപ്പ് വേണം. അത് ചിലപ്പോൾ സാമ്പത്തികമായ പരാധീനതകളായിരിക്കും ആദ്യം നമ്മളെ കൊണ്ടുവന്നിടാം. 10 രൂപ പോലും നമ്മുടെ കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിടും. അത് എനർജിയുടെ ഒരു പ്രത്യേകത തന്നെയാണത്. പക്ഷെ അവിടുന്ന് നമ്മൾ ഉയരാനുള്ള ഒരു മനസ്സ്, ചങ്കുറ്റം എന്നൊക്കെ പറയില്ലേ നമുക്ക്, നമ്മൾ സത്യസന്ധത കൈവിടാതെ മുറുകെ പിടിക്കണം ആ മൂർത്തിനെ. നമ്മള് ആ സമയത്ത് സത്യസന്ധതയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ മായ വേറൊരു വഴിക്ക് നയിക്കും. അത് സ്ത്രീകളാവാം, അല്ലെങ്കിൽ സാമ്പത്തികമാവാം, എന്തും ആയിക്കോട്ടെ, കൂട്ടുകെട്ടുകളാവാം. നമ്മളൊക്കെ ആ വഴിക്കാണ് ഈ മായ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പൊ നമ്മള് സുഖലോലുപരല്ലേ, നമ്മളെപ്പോഴും ആനന്ദം അതായത് സന്തോഷം അനുഭവിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടാം. ദുഃഖം സഹിക്കാൻ നമ്മൾ തയ്യാറാവില്ല. അപ്പോൾ ഒരു ഉപാസകനെ സംബന്ധിച്ച് അവന് 90% ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. പക്ഷെ ആ ദുഃഖത്തെ സന്തോഷമാക്കി എടുക്കാൻ പഠിക്കണം ആദ്യം ഒരു ഉപാസകൻ. അതിന് മറികടന്ന് പോവാനുള്ള ആർജവം ഉണ്ടാവണം. പല പരീക്ഷണങ്ങളും ഉണ്ടാവും ഒരുപാട്. ഈ മൂർത്തി എന്ന് പറയണതും ഈ യൂണിവേഴ്സ് ഈ എനർജിയാണ്, ഈ പ്രകൃതിയുടെ എനർജിയാണ്. ഈ പ്രകൃതി നമ്മളെ തളർത്തി കളയും. കാരണം ഈ തളർച്ച വന്നാലേ നാളെ 10 പേർക്ക് തളർച്ച ഉണ്ടാവുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് സ്വയം അനുഭവം ഇല്ലാതെ നമ്മൾ മറ്റുള്ളവരെ മാറ്റാൻ പറ്റും? ഒരിക്കലും ഇല്ല. നമ്മൾ സ്വയം അനുഭവിക്കണം. ഈ അവസ്ഥകളിലൊക്കെ സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാവാം, നമ്മളെ വിട്ടു പിരിഞ്ഞു പോണ ബന്ധുക്കാരുണ്ടാവാം. ഇതൊക്കെ നമ്മൾ ഒരു ഉപാസകനായിട്ട് നല്ലൊരു തലത്തിലേക്ക് നമ്മളെ സ്വാമി ഉയർത്തി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് ഈ പരാതിയും കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മളുടെ അനുഭവങ്ങൾ വെച്ചിട്ട് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പെട്ടെന്ന് കഴിയും.
അനുഭവം ഇല്ലാതെ, എനിക്കൊരു അനുഭവം ഇല്ലാതെ ഞാൻ വേറൊരു വ്യക്തിയെ മാറ്റാൻ നടന്നാൽ ഒരിക്കലും നമ്മളൊരു പുസ്തകത്തിൽ വായിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഗുരു ആവരുത്. നമ്മൾ യാത്രകൾ ചെയ്യണം, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ പഠിക്കണം, നമ്മുടെ അടുത്ത് വരുന്നവരുടെ ജീവിതം എന്റെ ജീവിതമായിട്ട് നമ്മൾ പഠിച്ച് അതിനെ വിലയിരുത്തിയിട്ട് വേണം ഒരു ഉപാസകൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ ഞാൻ നേടണം. അത് മുരുകൻ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് സ്വാമിയും ചെയ്തിട്ടുണ്ട്. സ്വാമി സഞ്ചാരപ്രിയനാണ്. സ്വാമിയെ സംബന്ധിച്ച് സഞ്ചാരപ്രിയനാണ് സ്വാമി. അതുപോലെ മുരുകനോ അതെ, ഈ ലോകം മുഴുവനും ചുറ്റിയ ഒരാളാ. ഈ ഉപാസനയുടെ കാര്യം പറയുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയെ പറ്റി നമ്മൾ ധാരാളം പറഞ്ഞു. പക്ഷെ അങ്ങയുടെ ഈ മുട്ടയടിച്ച രൂപവും താടി ക്ലീൻ ഷേവ്ഡ് ആയിട്ട് മുഖമൊക്കെയാണ് കാണുന്നത്. അപ്പം സാധാരണഗതിക്ക് ആ ഹനുമാൻ സ്വാമിയുടെ ഉപാസകർ വേറൊരു രീതിയിലാണ് ഉണ്ടാവാറ്. ജടയൊക്കെ ഉണ്ട ആളുകളായിട്ടാണ് കാണാറുള്ളത്. പക്ഷെ ഇതൊരു എന്താ പറയാ, നമ്മൾ പഴനിയിലൊക്കെ പോയിട്ട് മുട്ടയടിക്കുന്ന പോലെ ഒരു കാഴ്ചയിൽ അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. ഈ ഹനുമാൻ സ്വാമി അല്ലാതെ അങ്ങക്ക് ഏതെങ്കിലും തരത്തിലുള്ള എന്താണ് ഈ ഉപാസനാമൂർത്തികളുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടമൂർത്തികളുണ്ടോ? തീർച്ചയായിട്ടും അതൊരു ഉപാസകനെ സംബന്ധിച്ച് ഒരു മൂർത്തി ആയിരിക്കില്ല അദ്ദേഹത്തിന്റെ ഒപ്പം സഞ്ചരിക്കുക. ഇതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെയാണ്. അപ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഉപാസനയിൽ ഞാൻ കൊണ്ടുവന്ന ഒരു വിശിഷ്ടമായ ഒരു മുരുകനാണ്. ആ മുരുകൻ സ്വാമിയാണ് നമ്മളുടെ കൺകണ്ട ദൈവം. അപ്പോ അദ്ദേഹത്തെ നമ്മളുടെ പിക്ചറിൽ തന്നെ നമ്മൾ കാണുന്നത് തന്നെ സ്വാമിയുടെ മടി, ഹനുമാൻ സ്വാമിയുടെ മടിയില് മുരുകൻ ഇരിക്കണ രൂപത്തിലാണ് ഞാൻ ആരാധിക്കുന്നത്. മുരുകൻ വേലും കൊണ്ട് ഇരിക്കണതാണ് നമ്മളുടെ ആരാധന സമ്പ്രദായം. അപ്പൊ ആ കൺകണ്ട ദൈവമായിട്ട് മുരുകനെ ഉപാസിക്കണോണ്ടാണ്. അതാണ്, രണ്ടും അതിലുണ്ട്. അപ്പൊ ആ മുരുകനെ ഉപാസിച്ച് തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഈ ഒരു വേഷധാരിയായിട്ട് മാറിയത്. ആരും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അത് സ്വയം നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ മുരുകനിലൂടെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഉപാസന തന്നെ. അതായത് നമുക്കറിയാലോ, ജ്യോതിഷത്തിന്റെയും എന്ന് വേണ്ട എല്ലാ കലകളുടെയും ഒരു ആധാര കേന്ദ്രം മുരുകൻ തന്നെയാണ്. പഴനിയിൽ എത്തിയ പിന്നെയാണ്, ഞാൻ പഴനി പോണ ഒരാളല്ലായിരുന്നു സത്യം പറഞ്ഞ. ഈ സ്വാമിയെ മാത്രം, ഹനുമാൻ സ്വാമിയെ മാത്രം ഉപാസിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ രാമേശ്വരം എല്ലാ മാസം പോകും. ഞാൻ ഒരു 90 പ്രാവശ്യം രാമേശ്വരം പോയിട്ടുണ്ട്. രാമേശ്വരത്ത് ഒരുപാട് പേർക്ക് എന്നെ തിരിച്ചറിയാം. ഞാൻ ഒറ്റയ്ക്ക് പോകും, എല്ലാ മാസവും പോയി അവിടെ കുളിക്കും. അവിടെയുള്ള മേൽശാന്തിമാർക്കൊക്കെ എന്നെ അറിയാം, ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ ആ പോണ വഴിക്ക് പോലും ഞാൻ പഴനിയിൽ കയറിയിട്ടില്ല. എനിക്ക് സ്വാമിയോട് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. ഈ മുരുകനോടൊന്നും ഒരു താല്പര്യം എന്റെ ഉള്ളിൽ വന്നിട്ടില്ല. എല്ലാം ഹനുമാൻ സ്വാമിയാണെന്നുള്ളൊരു ചിന്തയിലാണ് എന്റെ ജീവിതം കൊണ്ടുപോയിരുന്നത്. പക്ഷെ ഈ ഒരു 8 വർഷപ്പുറം, കൊറോണയ്ക്ക് അപ്പുറം മുമ്പ് എന്നെ യാദൃശികമായിട്ട് പോണ വഴിക്ക് പഴനിമലയിൽ കയറേണ്ട ഒരു അവസ്ഥ എന്നിൽ സ്വാമി വരുത്തിച്ചു എന്ന് തന്നെ പോണം. അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് തിരിച്ചറിവ് കിട്ടിയത്. ഇപ്പൊ ഈ പറയാനുള്ള ഒരു അവസ്ഥ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പറയാനുള്ള ഒരു അവസ്ഥ പോലും എന്നില് കൂടുതൽ വന്നത് ഈ പഴനി യാത്ര കൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് മുരുകനിലൂടെ വന്നുപെട്ടെ. പിന്നെ അപ്പോ നമ്മളുടെ ഒരു കൺകണ്ട ദൈവമായിട്ട് ഞാൻ മടിയിലിരുത്തി ആരാധിക്കണത് മുരുകനാണ്. ആണ്ടിക്കോലം, എനിക്ക് ആണ്ടിക്കോലാണ് ഏറ്റവും ഇഷ്ടം. മുരുക ഭഗവാനെ പറ്റി പറയുമ്പോ ഇപ്പം ഇനി മുരുകയുഗമാണ് വരുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും മുരുകനെ പറ്റി പറയാനുള്ള മാത്രമാണ്, നമ്മളിപ്പോ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും മുരുക ഭഗവാനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം മുരുക ഭഗവാന്റെ ഇപ്പം നാഗദോഷത്തെ മാറ്റാൻ, അതുപോലെ തന്നെ ഭാഗ്യം, കല, ഈ സിദ്ധ പാരമ്പര്യം, ഇതെല്ലാം ഒരു അടങ്ങിയിട്ടുള്ള ഒരു മൂർത്തിമത് ഭാവമാണ് മുരുകൻ. അപ്പൊ മുരുകനെ ആരാധിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഇപ്പൊ എന്ത് കിട്ടും എന്നതിലുപരിയായിട്ട് ഞാൻ അങ്ങനെ ചോദിക്കുകയല്ല, ആ അർത്ഥത്തിൽ ചോദിക്കുകയല്ല. പക്ഷെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുരുക ഭഗവാൻ എങ്ങനെയാണ് അയാളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിർണായകമാകുന്നത്? അല്ല, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ നമുക്ക് കഥ അറിയാം, മുരുകന്റെ ജനനം അറിയാം, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇന്ന് ചാനലുകളിൽ ചർച്ച ചെയ്യാൻ എല്ലാം ഉണ്ട്. പക്ഷെ മുരുകൻ ശരിക്കും പറഞ്ഞ ഒരു ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ആവശ്യമാണ് മുരുകൻ. മുരുകനാണ് മാന്ത്രിക താന്ത്രിക വിധികളിലൊക്കെ ഈ മനുഷ്യർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ സമൂഹത്തിന്, അത് പക്ഷിമൃഗാദികളായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ, ഈ ലോകത്തിന്റെ നന്മ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ് ഇദ്ദേഹത്തിന്റെ ജനനം തന്നെ. ഭക്തിയിൽ ആര് സമീപിച്ചോ അവരെ മുറുകെ പിടിക്കുന്ന ആളാണ് മുരുകൻ. മനസ്സിലായ? സ്നേഹിക്കാൻ മാത്രം. പക്ഷെ മുരുകനെ ഉപാസന എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട്. അത് ഹനുമാൻ സ്വാമിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഉപാസന രീതികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പൂർവ്വജന്മത്തിൽ നമുക്ക് കണക്ട് ആയതുകൊണ്ടായിരിക്കും നമ്മൾ ആ രീതികളൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ സഞ്ചരിച്ചു പോണത്. പക്ഷെ ഒരു പുതിയൊരു വ്യക്തി ഒരു ഉപാസനയിലേക്ക് കിടക്കുമ്പോൾ മുരുകനെയൊക്കെ നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അഗ്നിയിലൂടെ ജനിച്ച ഒരാളാണ്, അഗ്നിയാണ് ഭഗവാൻ. പക്ഷെ ഭക്തിയിലൂടെ ഒരു ഭക്തി മാർഗത്തിലൂടെ നമുക്ക് മുരുകനെ സേവിക്കാൻ യാതൊരു തെറ്റുമില്ല.
അറിവിന്റെ കേദാര ഭൂമിയാണ് അദ്ദേഹം. ജ്ഞാനം, വൈരാഗ്യം ഇതൊക്കെ കിട്ടും. ശിവന്റെ പുത്രനല്ലേ, ഇവര് രണ്ടുപേരും ശിവന്റെ പുത്രന്മാരാണ്. അപ്പോ മുരുകനെ നമുക്ക് ഈ കലികാലത്ത് കൺകണ്ട ദൈവം തന്നെയാണ് മുരുകൻ. ശിവാംശമാണ്, ശിവന്റെ അംശം തന്നെയാണ് ഈ രണ്ടുപേരും. അപ്പൊ അദ്ദേഹത്തെ ഉപാസന ഇന്ന് കേരളത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തിരുപ്പുകൾ തന്നെ ഒരാൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളാണ്. നമുക്കറിയാം തിരുപ്പുകളിനെ പറ്റി, ഈ അരുണഗിരിനാഥരെ പറ്റി പോലും കേട്ടിട്ടില്ല. ഈ വള്ളിമലയെ പോലും ആളുകൾ അറിയണില്ല. ഇന്ന് വള്ളിമലയൊക്കെ മുന്നിലെ സച്ചിദാനന്ദ സ്വാമികളൊക്കെ ഇന്ന് അതിലൂടെ ഇന്ന് ആ തിരുപ്പുകളായാലും സച്ചിദാനന്ദ സ്വാമി ആയാലും വള്ളിമല ആയാലും ഈ ആർപ്പട വീടാണെങ്കിലും എല്ലാം ഇന്ന് ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകൾ മുരുകനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ ഗുണഫലങ്ങളും ഇന്ന് ഭാരതത്തിന് മാത്രമല്ല ലോകത്തിനും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുരുകൻ. അപ്പൊ മുരുകനെ ചേർത്ത് നിർത്തുന്നത് എന്തായാലും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പൊ എന്തായാലും ഹനുമാൻ സ്വാമിയെ പറ്റിയും ഹനുമാൻ സ്വാമിയുടെ ഉപാസനാ രീതികളെ പറ്റിയും അങ്ങ് ഒരുപാട് ആളുകൾക്ക് സഹായം ചെയ്യുന്ന കാര്യങ്ങൾ, സഹായം ഞാൻ പറയുന്നത് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലൂടെ, സ്പിരിച്വൽ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യരെ സ്വാമിയുടെ സഹായത്തോടു കൂടി, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടു കൂടി മാറ്റി കൊടുക്കുന്ന വലിയ അത്ഭുതകരമായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ കേട്ടത്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിലും. ഒപ്പം സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റിയും ഒക്കെ കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഇതുപോലെ തന്നെ ഒരുപാട് മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും.